എന്ത് ചെയ്യാ ചേച്ചി? ഇല കഴുക. എന്തിനാ? കറി വെക്കാൻ തന്നെ. ഞങ്ങൾ ഇതാ കഴിക്കുന്നത്. ഇലകള്, പഴങ്ങള്, കിഴങ്ങ്. അപ്പൊ ചിക്കനും മട്ടനും ഒന്നും അത് ഓർമ്മിക്കരുത്. എന്താ? എനിക്ക് സങ്കടം വരും കേട്ടോ. ഇതിനു മുൻപ് ഞാൻ വാങ്ങി നോൺ വെജ്. നാണില്ലാതെ ഒരു വറ്റ് താഴോട്ട് ഇറങ്ങില്ല. ഇവിടെ വന്നതിന് ശേഷം പ്യാർ വെച്ച്. അയ്യോ പാവം. അങ്ങനെയാണെങ്കിൽ ചേച്ചി എന്തിനാ പിന്നെ സന്യാസിനാവാൻ പോയത്? എന്റെ കെട്ടിയവനോട് ഒരേ ഒരു കാഞ്ചീപുരം പട്ടുസാരി ചോദിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞു. അതാ ഈ ചെറിയ കാര്യത്തിനോ? ഇത് ചെറിയ കാര്യമൊന്നല്ല ചേർക്ക, വലിയ കാര്യമാ. എന്താ കുട്ടി ഇത്? നോക്കുമ്പോ ഇത്തിരി മയത്തിലൊക്കെ നോക്കിക്കൂടെ? അയ്യോ മാതാജി, അങ്ങനെയൊന്നുമല്ല. അവരേതോ നോർമൽ ഡ്രസ് വാഷ് ചെയ്യുന്ന കണ്ടപ്പോ ഞാനൊന്ന് കാഷ്വൽ ആയിട്ട് നോക്കിയെന്നേ ഉള്ളൂ. നിനക്ക് എന്തൊക്കെ ഉദ്ദേശം ഉണ്ടെന്ന് അറിയാം. അയ്യോ എന്റെ അമ്മേ, എന്താ മേഡം ഈ പറയുന്നത്? നിങ്ങളുടെ ഈ ആശ്രമമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യലെന്ന് വെച്ച് വന്നാ. ഏയ് വേഗം ഷൂട്ട് ചെയ്യ്. മാതാജി പെർമിഷൻ തന്നെ വലിയ കാര്യമാ. നല്ല നല്ല ഷോട്ട്സ് എടുക്കണേ. അടിപൊളി ആശ്രമമാ. അങ്ങോട്ട് നോക്കാതടാ, നീ എന്നെ നോക്ക്. കണ്ടു മാതാജി, നല്ലപോലെ കണ്ടു. ആശ്രമത്തിൽ ആണുങ്ങൾ വരാൻ പാടില്ല ഞാൻ പറഞ്ഞതല്ലേ? ആണെന്ത് പെണ്ണെന്ത്, നിന്നിലും ആത്മാവുണ്ട്, എന്നിലും ആത്മാവുണ്ട്, മുകളിൽ സാക്ഷാൽ പരമാത്മാവും. വേദാന്തം പറഞ്ഞ് നീ എന്നെ കയ്യിലെടുക്കാൻ നോക്കണ്ട. വേലത്തരം ഒരുപാട് കയ്യിലുണ്ടല്ലേ. സോറി മാഡം, വേഗം ഷൂട്ട് ചെയ്തിട്ട് പോയിക്കോളാം. ശരി ശരി. ഓക്കെ. സ്വാമി 1000 സെക്കൻഡ് എപ്പിസോഡ്. അതാണ് സൂപ്പർ അളിയാ. സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. ആ ദിവസം എന്തുണ്ടായി സ്വാമി? ഏത് ദിവസം? അതെ, ആ കിഡ്നാപ്പേഴ്സ് കൊണ്ടുപോയി രാത്രിയിൽ അവിടെ കിടന്നില്ലേ? കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ പോവാലോ. ഞാൻ വിചാരിച്ചോ പോലീസ് റെയ്ഡിന് ഒരു നോട്ട്. ഞാനും കിഡ്നാപ്പറാണെന്ന് അവർ കരുതി. എത്ര പറഞ്ഞിട്ടും കേട്ടില്ല. അറസ്റ്റ് ചെയ്ത് എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. നീ എത്ര നാളായടാ ഈ കിഡ്നാപ്പിംഗ് തുടങ്ങിയിട്ട്? ഐ ആം നോട്ട് കിഡ്നാപ്പർ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ ഡിയർ സബ് ഇൻസ്പെക്ടർ. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഏയ് സർ, ഒപ്പിടിച്ചിട്ട് ലോക്കപ്പിൽ തട്ടാ. എന്താടാ ഒപ്പിടാൻ പറഞ്ഞപ്പോ മസിൽ പിടിച്ച് നിൽക്കുന്നോ? സ്ഫടികത്തിലെ മോഹൻലാൽ ആകാൻ നോക്കുന്നോടാ റാസ്കൽ. ഞാൻ ഓർത്ത ചിരഞ്ജീവിയെ കുറിച്ചായിരുന്നു. 1000 വാൾസ് കറണ്ട് കയറി 2 കയ്യിലും. പോലീസ് സ്റ്റേഷൻ പൊളിച്ചടിക്ക് ഞാൻ. ഓടി ഓടി അത് കാട്ടി ചെന്ന് എനിക്ക് തന്നെ എന്നെ കൈവിട്ടുപോയി. അതിനുശേഷം എന്തുണ്ടായി സ്വാമി? റെഡി ഗൈസ്? 1000 രൂപ ആയല്ലോ. നല്ല സ്വാമി. ഇനി ഇന്ന് നോക്കണ്ട. വാ വാ ചേച്ചി, ഞങ്ങൾ കാത്തിരിക്കുവായിരുന്നു. നമസ്കാരം. ഞാൻ ഇവിടെ വന്നു എന്നറിഞ്ഞ ആ മാതാജി എന്നെ ചീത്ത പറയും. അവരറിയാതിരുന്ന പോരെ? ചേച്ചിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നേ. ഫാഷൻ ഫാമിലിയിൽ പിറന്ന ഞാൻ ഫാഷൻ ഗേളായി വളർന്നെങ്കിലും ഇങ്ങനെ സിംഗിൾ കോസ്റ്റ്യൂമിൽ ഫിക്സ് ആയി പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇവിടെ ആണെങ്കിൽ വെളുക്കുന്നതിന് മുമ്പേ എഴുന്നേക്കണം, യോഗ ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം, ഉരുളക്കിഴങ്ങ് തിന്നണം. ഇത്തിരി എരിവ് കൂട്ടിയിട്ട് എത്ര നാളായെന്നറിയാം. നാരങ്ങ അച്ചാർ. അയ്യോ, എങ്ങനെ സഹിക്കുവോ? വായിൽ വെള്ളം ഊറിയിട്ട് എനിക്ക് വയ്യായേ. നിങ്ങൾ ആരും ഒന്നും വിചാരിക്കില്ലെങ്കിൽ ഞാൻ ഒരേ ഒരു തവണ നക്കി നോക്കട്ടെ. നല്ല വെന്ത ചോറിലോട്ട് ഈ അച്ചാർ കുറെ അങ്ങ് തട്ടി നല്ല കട്ട തൈരും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കുഴച്ച് തിന്നാലുണ്ടല്ലോ. ഇതുപോലെ അച്ചാറല്ല, എന്ത് വേണമെങ്കിലും ചേച്ചി. ആ വൈശാലിയെ ഞങ്ങളുടെ ബാലുവിന് വലിയ ഇഷ്ടമാണ്. ഹെൽപ്പ് ചെയ്യണം. ചേച്ചിക്ക് ബംഗാളി അറിയോ? നിങ്ങൾക്കൊരു കാര്യം അറിയാം, ആ വൈശാലി രമപ്രഭ രമപ്രഭ ഡൗൺ 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 ഡൗൺ
രമപ്രഭ. എന്താ ഒരു സമരമൊക്കെ? വൈശാലി ഒരു ബംഗാളിയാണെന്ന് എന്തിനാ മേഡനോട് നുണ പറഞ്ഞത്? അത് കാരണം ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ? നീ എന്തിനാ അതിന് വിഷമിക്കുന്നത്? അവള് ബംഗാളിയാണെന്ന് അറിഞ്ഞപ്പോ എവിടെയോ കണക്ഷൻ കട്ടായി പോയി, തൊണ്ട വീക്കായി പോയി. എന്റെ നെഞ്ചിലുള്ള ഫീലിംഗ്സ് തുറന്നു പറയാൻ പറ്റാതെ ഞാൻ എത്രമാത്രം പാടുപെട്ട് നിങ്ങൾക്കറിയോ? ആദ്യമേ ഇവളൊരു മലയാളിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മനസ്സ് തുറന്നു കാണിച്ച് മായം ചെയ്തോ മന്ത്രം ചെയ്തോ എപ്പോഴേ ഞാൻ ഇവളെ പാട്ടിലാക്കി എടുത്തേനെ. അതറിയാവുന്നത് കൊണ്ടാ അങ്ങനെ. മാതാജി, അധികം വളച്ചുകെട്ടൊന്നുമില്ലാതെ എന്റെ മനസ്സിലുള്ള തുറന്നു പറയാം. എനിക്ക് ഈ പെണ്ണിനെ വലിയ ഇഷ്ടം, എന്റെ ജീവനേക്കാളും ഇഷ്ടം. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവളെ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ കൊണ്ടുപോയി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. എന്റെ കൂടെ ഒന്ന് വന്നേ. എന്താ സമ്മതമാണോ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലേ? നിങ്ങൾക്കെന്നെ അത്രയ്ക്കിഷ്ട? അതിനേക്കാൾ ഏറെ ഇഷ്ടമാ. നിങ്ങൾ എന്റെ മനസ്സിനെയാണോ സ്നേഹിക്കുന്നത്? ഈ ശരീരത്തെയാണോ സ്നേഹിക്കുന്നത്? ശരീരത്തെ എന്താണെന്ന് വെച്ചാൽ നിന്റെ മനസ്സെന്താണെന്ന് എനിക്ക് പറയില്ലല്ലോ. ദേവണ്ണെ, നീ ഒരു ഭയങ്കര ബ്യൂട്ടിയാ. ബെസ്റ്റ് സ്മൈല്, സ്കിൻ ടോൺ ഫാന്റാസ്റ്റിക്. എനിക്ക് ഇത്രയൊക്കെ മതി. ഈ മിഥ്യയായ ശരീരത്തോട് നിങ്ങൾ എന്തിനാ ഇത്ര മമത കാട്ടുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇതെല്ലാം മണ്ണല്ലേ, വെറും മണ്ണ്. നമ്മൾ മരിച്ചു പോയാ ഈ ഫ്ലഷ് അത് മണ്ണിൽ അലിഞ്ഞു ചേരേണ്ടതാ. നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ്, യൂറിൻ എല്ലാം വെള്ളത്തിൽ അലിഞ്ഞു പോവില്ലേ? ഈ ശ്വാസമാണെങ്കിൽ കാറ്റിലും ലയിക്കില്ലേ? ഓഹോ, ഇത് ഇത് മണ്ണാണല്ലേ? ആ, നല്ല നല്ല സോഫ്റ്റ് മണ്ണാ. ഇതിനോട് എനിക്ക് യാതൊരു മമതയില്ലോ അല്ലേ? നോ. അതറിഞ്ഞാ മതി. എന്നാ എനിക്കൊരു ചെറിയ ഉപകാരം ചെയ്തു തരൂ? ജി ബോലിയേ. സ്മോൾ ഫേവർ. എന്താ അത്? ഇന്ന് രാത്രി താൻ എന്റെ കൂടെ കിടക്കൂ. എന്താ മിണ്ടാത്തെ? എന്താ മണ്ണല്ലേ? മണ്ണി കിടന്ന വല്ല കുഴപ്പമുണ്ടാവോ? ഫിലോസഫി പറഞ്ഞാൽ മാത്രം പോരാ, മണ്ണാണത്രേ മണ്ണ്. വെറും മണ്ണാണെങ്കിൽ പിന്നെ ഇന്ന് രാവിലെ എഴുന്നിട്ട് വെറുതെ കുളിക്കുന്നതിനാ? അതിന്റെ വഴിക്ക് അങ്ങ് വിട്ടാ പോരെ. പോരാത്തതിന് ശുശ്രൂഷിക്കുന്നു, യോഗ ചെയ്യുന്നു, മെഡിറ്റേഷൻ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് വേറെയും. എന്നിട്ട് ഉപദേശിക്കാൻ വന്നിരിക്കും. അവിടെ ഉഗ്ര ഫൈറ്റ് ആയിരുന്നു അല്ലേ? ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായനെ. ഒരു സിനിമ കണ്ടിട്ട് കാലം കുറയായി. നല്ലൊരു ഫൈറ്റ് കാണാനുള്ള ചാൻസ് പോയി ഏട്ടാ. അപ്പോഴേ ആ പയ്യൻ നിനക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും നോക്കാതെ ആ കുംഫു വീരന്മാരോട് അടിയുണ്ടാക്കിയെങ്കിൽ അവര് നിന്നോട് എത്ര ഇഷ്ടം ഉണ്ടായിട്ടായിരിക്കും അല്ലേ? അവനെ കാണാനും നല്ല പയ്യനാ, കഴിവും തന്റെ ഇടവും ഉണ്ട്. പോരാത്തതിന് നമ്മുടെ മലയാളിയാ. എന്തുകൊണ്ട് നിനക്ക് ഈ കല്യാണം വളരെ നല്ലതാ. എന്താ പറഞ്ഞത്? എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നു? നേരാണല്ലേ. ഞാൻ എന്തിനു കല്യാണം ആലോചിക്കണേ? ഇപ്പൊ ഞാൻ എന്തിനൊക്കെയാണ് പറഞ്ഞത്? What's it all about? Where's the hose? Yeah. എലിമടയെന്ന് നേരെ പുലിമടയിലോട്ട്. കമാൻഡോ ഓപ്പറേഷൻ നീ എത്ര നാളായടാ? കമാൻഡോ ഓപ്പറേഷനോ? ദൈവമേ, പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചാരനല്ലേടാ നീ? പോലീസോ? ഞാനും പോലീസൊന്നും വലിയ ശരിയായില്ല സാർ. ഇന്നലെ പോലീസ് സ്റ്റേഷൻ അടിച്ചു തീർത്തിട്ടാ ഞാൻ വരുന്നത്. ഞാനും നിങ്ങളുടെ പാർട്ടിയാണ് സാർ. ഈ നാടിന് വേണ്ടിയല്ലോ നമ്മൾ ചോര ചിന്തുന്നത്. ഈ നാട് നമ്മുടെ, കാട് നമ്മുടെ, മരം നമ്മുടെ, മണ്ണ് നമ്മുടെ. ഇനി എന്തേ, എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടും? എന്റെ ഭാര്യയെ ഞാൻ എങ്ങനെ കാണും അറിയില്ല. അതെല്ലാം അടുത്ത എപ്പിസോഡ്. കാശെട്. നീ സപ്പോർട്ട് ചെയ്യണ്ട. ഞാനൊന്നും പറഞ്ഞു കൊടുക്കുന്നു. ആ സന്യാസികൾ വരുന്നുണ്ട്, അവരിങ്ങോട്ട് വിളിക്ക്. ആവോ മാതാജി. ആ പാദങ്ങൾ കൊണ്ട്. നമസ്തേ മാതാജി. നമസ്തേ ശിവാനി മാഡം. നമസ്തേ. വൈശാലി എവിടെ? ഭാരതത്തിലെ സന്യാസിമാരെ കുറിച്ചും ആധ്യാത്മികതയെ കുറിച്ചും ഒക്കെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുണ്ട്. നല്ല കാര്യമാ. വളരെ നല്ല കാര്യോ. നമ്മുടെ മാതാജി വെച്ച് നല്ലൊരു പ്രോഗ്രാം ചെയ്യണം. ഇന്റർവ്യൂ ചെയ്യും. മണാലിയിലെ മാതാജി, അതാണ് പ്രോഗ്രാം. അയ്യോ, ധ്യാനത്തിന് സമയമായി. മാതാജി പറഞ്ഞാലും ആത്മാവും പരമാത്മാവും തമ്മിൽ എന്താ ബന്ധം?
ഇപ്പൊ ആ ടോപ്പിക് എന്തിനാ കുട്ടി? എന്റെ എക്സ്പെക്ടേഷൻ കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ബാലഗോപാൽ ടെന്റിന്റെ പിന്നിൽ കൂടി ഗുഹയിലേക്ക് ഓടുകയാവും. ഇതെങ്ങനെ കണ്ടുപിടിച്ചു? എത്രയോ ദൂരം സഞ്ചരിച്ചിട്ടാ ഞാൻ ഇവിടെ വരെ എത്തിയത്. കാമാതുരാനാം ന ഭയം ന ലജ്ജ. കാമത്തെ കുറിച്ചാ പറയുന്നത്. കാമം കൊണ്ട് കണ്ണടഞ്ഞു പോയ ഒരു വ്യക്തിക്ക് ഭയം, ലജ്ജ, ദയ, ഭക്തി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പറയല്ലേ, പ്രേമാതുരാനം എന്ന് പറ. അവൻ പ്രേമത്തിൽപ്പെട്ടിരിക്കുക. പ്രേമത്തിൽ പെടുത്താൻ അവൾ കോളേജ് സ്റ്റുഡന്റ് അല്ല, സന്യാസിനിയാ. നിങ്ങളുടെ കൂട്ടുകാരൻ ആളെങ്ങനെയാ? അവളെ ഉപദ്രവിക്കാൻ മറ്റു ചെയ്യോ? അവനൊരു പ്രേമത്തിൽ ആദ്യമായി വീണുപോയെന്നുള്ളൂന്നേ. എന്താ എഴുന്നേറ്റത്? നിക്ക്. കണ്ടില്ലേ, ഞാൻ അടുത്ത് വന്നപ്പോ എന്തോ ഒരു കെമിസ്ട്രി ഉണ്ടായത്. തന്റെ ദേഹമാകെ വേർത്തില്ലേ? താൻ മാത്രമല്ല, ഞാനും ആകെ വേർത്തു. കണ്ടോ, ഇപ്പൊ മനസ്സിലായില്ലേ തന്റെ അറിവൊന്നും കറക്റ്റ് അല്ലാന്ന്? വെറും മണ്ണാണ് താനെങ്കിൽ ഇങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താ? എനിക്കൊരു സംസാരിക്കാനുണ്ട്. അങ്ങോട്ട് മാറിയിരുന്നല്ലോ. ഇരിക്കേ ഇരിക്കേ. നോക്ക്, നീ എന്തൊരു സുന്ദരിയാ, ഒരു ദേവതയെ പോലെ ഉണ്ട്. നീ എന്തിനാ ഈ ജീവിതം പാഴാക്കുന്നത്? അതൊരു സന്യാസിനിയായിട്ട്. എന്താ ദേഷ്യം വരുന്നുണ്ട്? വന്നാലും എനിക്കൊന്നുമില്ല. കാരണം ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നിന്നെ കല്യാണം കഴിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ഞാൻ തന്നെ സംരക്ഷിക്കുന്നുള്ള കാര്യത്തിൽ ഡൗട്ടേ വേണ്ട. ഞാനേ മാ TV-യിൽ പ്രോഗ്രാം ഡയറക്ടറാണ്. മാസം 24,000 രൂപ ശമ്പളം. എൻ്റെ അച്ഛൻ ചന്ദ്രമോഹനും അവിടെ തന്നെയാണ്. പുള്ളിയോടെ വലിയൊരു പോസ്റ്റില്ല. ഞാൻ എൻ്റെ ശമ്പളം മുഴുവൻ അടിച്ചു പൊളിച്ചാലും അച്ഛൻ്റെ ശമ്പളം മുഴുവൻ നിനക്കാം. ഓക്കെ? പിന്നെ മനോഹരമായൊരു സ്വന്തം വീടുണ്ട്, 2 വണ്ടിയുണ്ട്, ഓൾമോസ്റ്റ് റോയൽ ഫാമിലി. ഒരു കഷ്ടപ്പാടുമില്ല. കുട്ടി, ഇത്രയൊക്കെയുള്ള വേറെ ആരെങ്കിലും തനിക്ക് കിട്ടുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അറിയാലോ, ഇതെന്റെ വിസിറ്റിംഗ് കാർഡാ. താൻ എപ്പോ ടെംപ്റ്റ് ആവുന്നോ അപ്പ എന്നെ വിളി, എത്തിയെന്ന് വിചാരിച്ചാൽ മതി. തൽക്കാലം ആരും അറിയണ്ട. വരട്ടെ, നല്ലോണം ആലോചിക്കും. എന്നെ പോലൊരു തെമ്മാടിക്ക് നിന്നെ പോലൊരു സുന്ദരി പെണ്ണ് എങ്ങനെ കിട്ടിയെന്ന് ആലോചിച്ച് എല്ലാവന്മാരും വട്ടടിക്കണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. അതും കൂടി മനസ്സിൽ വെച്ച് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ബൈ. ബാലഗോപാലിനെ தெரியுமா? അറിയാം സാർ. ഫ്രണ്ടാ? അതെ സാർ. അവനുടെ നമ്പർ இருக்கா? ഉണ്ട് സാർ. ഇതിലുണ്ടോ? ഉണ്ട്. ഇത് ബാലഗോപാലിന്റെ നമ്പറാ? അതെ സാർ. ഉங்கிட்ட ഫോൺ இருக்கா? എടേ, ഇത് നോക്കി இந்த നമ്പറിലേക്ക് സെയ്. ഹേയ്, സ്പീക്കർ ഓൺ ചെയ്. ഹലോ ചന്ദ്രമോഹൻ സാർ. എന്റെ പൈസയുടെ കാര്യം എന്താടാ? എനിക്ക് വേറെ ആവശ്യമുള്ളതാ. പൈസയുടെ കാര്യമോ? ഏത് പൈസയുടെ കാര്യ? ഏത് പൈസയെന്നോ? മറന്നുപോയോ? വാങ്ങിച്ചപ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. തരാൻ മനസ്സില്ല. എന്ത് ചെയ്യുന്നു? ബോസിനോട് പറഞ്ഞ് നിന്റെ സാലറി ഞാൻ കട്ട് ചെയ്യിക്കും. ഇത് നിങ്ങൾ ബോസിനോട് എങ്ങനെ പറഞ്ഞാൽ മാ TV-യിലെ ജോലി രാജിവെക്കും ഞാൻ. എവിടെ ഉള്ളത് ചോദിക്കാനാണോ? നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? തന്നോട് അതൊന്നും പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഫോൺ വെക്കണം. എടാ തമ്പി ബാലഗോപാല്, ആരാ സംസാരിക്കുന്നത്? ഞാൻ ഉന്റെ അച്ഛന്റെ ഫ്രണ്ടാപ്പാ. നിന്റെ വീട്ടുക്ക് പോകാൻ അഡ്രസ് കൊടുപ്പാ. എഴുതിക്കോ അപ്പാ. ചൊല്ലപ്പാ. 4th Avenue, 59 സാന്താ കാർഗോ, ന്യൂ ജേഴ്സി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. എന്റെ ഫാദറോടെ വൈറ്റ് ഹൗസിലുണ്ട്. വേഗം പോയി കണ്ടോ. ஏய் அப்பா அமெரிக்கா அம்மா ஆஸ்திரேலியா யாருக்கு வேணுதலா? அந்த குத்தா அந்த நாய் எனக்கு வேணும்.
போடா போன் கம்பெனில போய் அட்ரஸ் வாங்கிட்டு வா. விட மாட்டேன் மாறு.